നിങ്ങളുടെ കൈവശമിരിക്കുന്ന പാസ്പോർട്ട് നിങ്ങൾ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കുന്ന രേഖയല്ല. കഴിഞ്ഞ പാസ്പോർട്ട് സേവാ ദിവസത്തിന്റെ ഭാഗമായി വിദേശകാര്യ മന്ത്രാലയം നടത്തിയ ഈ പ്രസ്താവന രാജ്യം മുഴുവൻ ആശയക്കുഴപ്പവും വിവാദവും ഉണ്ടാക്കിയിരിക്കുകയാണ്. പാസ്പോർട്ട് പൗരത്വ രേഖയല്ല എന്നത് ഇന്ത്യയിലൊരു പുതിയ കാര്യമല്ല. പൗരത്വ പ്രക്ഷോഭകാലത്ത് തന്നെ ഇക്കാര്യം കേന്ദ്ര സർക്കാർ കോടതിയിൽ അറിയിച്ചിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴിത് വിവാദമാവുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ഇഷ്യൂ ചെയ്യുന്ന ഇന്ത്യൻ പാസ്പോർട്ട് ഒരു ഇന്ത്യൻ പൗരന് തൻ്റെ പൗരത്വം തെളിയിക്കുന്ന രേഖയല്ലാതായി മാറുന്നു? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അതിൻ്റെ പൗരന്മാർക്ക് നിങ്ങൾ ഈ രാജ്യത്തെ പൗരനാണ് എന്ന് എന്തുറപ്പാണ് കൊടുക്കുന്നത്? ഇന്ത്യയിൽ ഒരു വ്യക്തിയുടെ പൗരത്വം നിശ്ചയിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? ആയിരത്തി 1955 പൗരത്വ നിയമമാണ് ഇന്ത്യയിൽ ആരാണ് പൗരൻ എന്ന് നിശ്ചയിച്ചത്. ഇന്ത്യയിൽ ജനിച്ച എല്ലാവരും ഇന്ത്യൻ പൗരനാണ് എന്നായിരുന്നു ആദ്യകാല നിയമത്തിൻ്റെ അന്തഃസത്ത. ഇന്ത്യൻ മാതാപിതാക്കൾക്ക് ജനിച്ചവരും നിശ്ചിത കാലം ഇന്ത്യയിൽ താമസിച്ചവരും ഇന്ത്യൻ പൗരത്വത്തിന് അർഹരായിരുന്നു. എങ്കിലും ഇന്ത്യക്കാർക്കെല്ലാം പൗരത്വം തെളിയിക്കാൻ ഒരു രേഖയെക്കുറിച്ച് അക്കാലത്തോ പിന്നീടോ നമ്മുടെ ഭരണാധികാരികൾക്ക് തോന്നിയില്ല. അതിന് കാരണം ഒരു ഇന്ത്യക്കാരൻ്റെ പൗരത്വം നിഷേധിക്കുക എന്നത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം ഇന്ത്യയിൽ സംഭവിക്കുന്ന കാര്യമായിരുന്നു. പൗരത്വം നൽകുകയായിരുന്നു നമ്മുടെ ഭരണഘടനയുടെ അന്തഃസത്ത, അത് നിഷേധിക്കുകയായിരുന്നില്ല. ഒരു ഇന്ത്യക്കാരന് തൻ്റെ പൗരത്വം തെളിയിക്കാൻ രേഖ ഹാജരാക്കേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല. 1985 അസം കരാറായിരുന്നു ഈ പൗരത്വ നിയമത്തിലെ ഭേദഗതിക്ക് കാരണമായ ആദ്യത്തെ സംഭവം. ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനെതിരെ അസമിൽ നടന്ന പ്രതിഷേധമാണ് രാജീവ് ഗാന്ധിയെ ആ ഭേദഗതിക്ക് പ്രേരിപ്പിച്ചത്. അസമിന് മാത്രം ബാധകമാവുന്ന രീതിയിലുള്ള ഭേദഗതിയിൽ അസമിൽ മാത്രം പൗരത്വത്തിന് ചില പുതിയ നിബന്ധനകൾ കൂടി വെച്ചു. 1971 ശേഷം അസമിൽ എത്തിയ മുഴുവൻ പേരെയും അനധികൃത കുടിയേറ്റക്കാരാക്കി മാറ്റി ഈ ഭേദഗതി. 1966 മുതൽ 71 വരെ അസമിലെത്തിയ അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്നതിന് പുതിയ നിബന്ധനകൾ വെച്ചു. ഇന്ത്യയിൽ ജനിച്ചവർക്കെല്ലാം ഇന്ത്യൻ പൗരത്വം എന്ന വ്യവസ്ഥയിലും പിറ്റേ വർഷം ഭേദഗതി വരുത്തി. 1987 ജൂലൈ മുതൽ ഇന്ത്യയിൽ ജനിച്ചവരിൽ മാതാപിതാക്കൾ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്തു. അതും അസമിലെ അഭയാർത്ഥികളുടെയും കുടിയേറ്റക്കാരുടെയും മക്കളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. 2003 വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പൗരത്വത്തെ തന്നെ തുലാസിലാക്കിയ നിർണായക നിയമ ഭേദഗതി നടന്നത്. മുൻപ് അസമിന് മാത്രം ബാധകമായിരുന്ന അനധികൃത കുടിയേറ്റക്കാർ എന്ന വാക്ക് ഇന്ത്യ മുഴുവൻ ബാധകമാക്കിയായിരുന്നു ആ നിയമ ഭേദഗതി. പുതിയ ഭേദഗതി ആരാണ് അനധികൃത കുടിയേറ്റക്കാരൻ എന്ന് നിർവചിച്ചു. രാജ്യത്ത് ഒരു പൗരത്വ രജിസ്ട്രി നിർബന്ധമാക്കി. അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും ഇന്ത്യയിൽ പൗരത്വം അസാധ്യമായി മാറി. പൗരത്വം തെളിയിക്കാനാവാത്തവർ നാടുകടത്തലിനും തടവിനും വിധേയരാവുന്ന വകുപ്പുകൾ നിയമത്തിൽ വന്നു. നിയമ ഭേദഗതിക്ക് ശേഷം വന്ന പ്രധാന വകുപ്പ് ഒന്നുകിൽ മാതാപിതാക്കൾ രണ്ടുപേരും ഇന്ത്യൻ പൗരന്മാർ, അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യൻ പൗരൻ മറ്റേയാൾ അനധികൃത കുടിയേറ്റക്കാരൻ അല്ലാതിരിക്കൽ. ചുരുക്കി പറഞ്ഞാൽ മാതാപിതാക്കൾ രണ്ടുപേരും തങ്ങളുടെ പൗരത്വം തെളിയിച്ചില്ലെങ്കിൽ അവരുടെ മക്കൾക്ക് പൗരത്വം ലഭിക്കില്ല. പൗരന്മാർക്ക് പൗരത്വം തെളിയിക്കാനുള്ള ഒരു രേഖയും നൽകാതെ ഈ നിയമം ഇന്ത്യക്കാരെ യഥാർത്ഥ പൗരന്മാരെന്നും കുടിയേറ്റക്കാരെന്നും വേർതിരിക്കുകയായിരുന്നു. ഇതോടെ ഒരാളുടെ പൗരത്വം തെളിയിക്കേണ്ട ബാധ്യത അയാൾക്ക് മാത്രമായി. കൗതുകകരമായൊരു കാര്യം, വാജ്പേയിയും ആഭ്യന്തരമന്ത്രി അദ്വാനിയും ചേർന്ന് ചുട്ടെടുത്ത ഈ നിയമ ഭേദഗതിയുടെ ചതിക്കുഴികൾ മുൻകൂട്ടി കാണാൻ അന്നത്തെ പ്രതിപക്ഷത്തിനും കഴിഞ്ഞില്ല. ഈ ഭേദഗതിക്ക് പ്രതിപക്ഷ പിന്തുണയും ഉണ്ടായിരുന്നു. ഈ നിയമ ഭേദഗതിയുടെ ചർച്ചയ്ക്കിടെ അന്നത്തെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മൻമോഹൻ സിംഗ് സതുദ്ദേശത്തോടെ ഉന്നയിച്ച ഒരു നിർദ്ദേശം പിന്നീട് 2019 പൗരത്വ നിയമ ഭേദഗതിക്ക് BJP ന്യായീകരണമായി ഉന്നയിക്കുകയും ചെയ്തു. അയൽ രാജ്യങ്ങളിൽ നിന്ന് മതവിവേചനത്താൽ അഭയാർത്ഥികളായവർക്ക് പൗരത്വം നൽകാൻ നടപടി സ്വീകരിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. അതിനെ സ്വാഗതം ചെയ്ത അദ്വാനി പോലും പക്ഷേ പിന്നീട് മോദി ചെയ്ത പോലെ അതിൽ മതവിവേചനം എന്ന മാനദണ്ഡം ഉദ്ദേശിച്ചില്ല. ഇവിടെയാണ് 2019 ഭേദഗതി കൃത്യമായി ആരുടെ പൗരത്വമാണ് തങ്ങൾ എടുത്തുകളയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചത്. അയൽ രാജ്യങ്ങളിൽ നിന്ന് മതവിവേചനത്താൽ അഭയാർത്ഥികളായി ഇന്ത്യയിലെത്തിയവർക്ക് അത് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് പൗരത്വത്തിന് അപേക്ഷിക്കാം, മുസ്ലിങ്ങൾ ഒഴികെ. ഇന്ത്യയിൽ പൗരത്വം തെളിയിക്കാൻ കഴിയാതെ വരുന്ന ആർക്കും അയാൾ മുസ്ലിം അല്ലെങ്കിൽ ഈ മാർഗം ഉപയോഗിച്ച് പൗരത്വത്തിന് അപേക്ഷിക്കാം. പൗരത്വം തെളിയിക്കാൻ കഴിയാത്തവരെയെല്ലാം അനധികൃത കുടിയേറ്റക്കാരായി കണ്ട് നാടുകടത്തുകയോ തുറുങ്കിലടയ്ക്കുകയോ ചെയ്യും. പൗരത്വം തെളിയിക്കാൻ രാജ്യത്ത് എന്തെങ്കിലും മാർഗമുണ്ടോ? ഒരു രേഖയും, പാസ്പോർട്ട് പോലും പൗരത്വ രേഖയല്ല. ഇന്ത്യൻ പൗരന്മാർക്ക് ഈ രാജ്യം നൽകുന്ന യാത്രാരേഖയാണ് പാസ്പോർട്ട്. മറ്റു രാജ്യങ്ങൾ അവരുടെ എയർപോർട്ടുകളിൽ നമ്മൾ ഏത് രാജ്യത്തെ പൗരനാണ് എന്ന് ഉറപ്പുവരുത്തുന്നത് ഈ പാസ്പോർട്ട് ഉപയോഗിച്ചാണ്. എന്നാൽ സ്വന്തം രാജ്യത്ത് അതുപയോഗിച്ച് നമുക്ക് നമ്മുടെ പൗരത്വം തെളിയിക്കാനാവില്ല. ഈ വിഷയം ഇപ്പോൾ കൂടുതൽ ചർച്ചയാവുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. 16 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ SIR പ്രക്രിയ നടക്കുകയാണ്.
വോട്ടർ ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടാതിരിക്കാൻ പാസ്പോർട്ട് രേഖയാക്കി ഹാജരാക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിനാണ് വിദേശകാര്യ മന്ത്രാലയം അത് പൗരത്വ രേഖയല്ല യാത്രാ രേഖയാണ് എന്ന് വിശദീകരിക്കുന്നത്. പൗരത്വം തെളിയിക്കാത്തവർക്ക് വോട്ടും ലഭിക്കില്ല. യഥാർത്ഥത്തിൽ രാജ്യത്തെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ, പ്രത്യേകിച്ചും മുസ്ലിങ്ങൾ, ജനനരേഖകൾ കൈവശമില്ലാത്ത പിന്നാക്ക വിഭാഗക്കാർ, ദളിതുകൾ എന്നിവരെല്ലാം വോട്ടവകാശം പോലുമില്ലാത്ത അർദ്ധ പൗരന്മാരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അർദ്ധ പൗരന്മാരെന്നാൽ പൗരത്വം തെളിയിക്കാൻ കഴിയാത്ത ഇവരെയെല്ലാം നാടുകടത്തുകയോ ജയിലിലടയ്ക്കുകയോ അസാധ്യമായിരിക്കാം. ആധാർ കാർഡും റേഷനും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വേണമെങ്കിൽ ജീവിച്ചു പോകാം. പക്ഷേ പൗരത്വത്തിൻ്റെ അനന്തരഫലമായ വോട്ടവകാശം ഇല്ലാതാകുന്നു. രാജ്യത്ത് 2 തരം പൗരന്മാർ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു.